എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LPS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ഫീ പേയ്മെൻറ്റും അതുപോലെ തന്നെ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യലും അതുപോലെ പുതുതായിട്ട് വന്നിട്ടുള്ള BA SLP കോഴ്സിലേക്ക് ആവശ്യമെങ്കിൽ ഓപ്ഷൻ ആഡ് ചെയ്യാനുള്ള സൗകര്യവും ഓഗസ്റ്റ് 22-ാം തീയതി വരെയാണ്. ഓഗസ്റ്റ് 22-ാം തീയതിക്ക് ശേഷം അതായത് ഓഗസ്റ്റ് 22-ാം തീയതിക്കാവും ഫീ പേയ്മെൻറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടമാകുന്നതും പിന്നീട് വരുന്ന സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കപ്പെടുന്നതും ആയിരിക്കുന്നതല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്ത് ആ ഒരു സീറ്റ് കൺഫേം ചെയ്യാവുന്നതും ഹയർ ഓപ്ഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ ആവശ്യമില്ല എങ്കിൽ റിമൂവ് ചെയ്യുകയോ റീ അറേഞ്ച് ചെയ്യുകയോ ചെയ്യാവുന്നതും ആണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഈ ഒരു ഓപ്ഷൻ ആഡ് ചെയ്യൽ റീ അറേഞ്ച് ചെയ്യൽ എന്നിവയാണ് ഈ ഒരു വീഡിയോയിൽ. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ഈ ഒരു ഓപ്ഷൻസ് നിലനിർത്തുകയാണ് എങ്കിൽ ഇപ്പോൾ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുമോ, അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻസ് വെച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ നഷ്ടപ്പെടുമോ എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കുള്ള സംശയങ്ങൾക്കും ഈ ഒരു വീഡിയോ വഴി ഉത്തരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യാം, എഡിറ്റ് ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. അതിനായിട്ട് വിദ്യാർത്ഥികൾ ആദ്യം തന്നെ LBS വെബ്സൈറ്റിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ ID-യും പാസ്വേഡും നൽകി സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ എത്തുന്നതാണ്. ഇതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ റീ അറേഞ്ച്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതും പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ അതായത് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കുന്നതുമല്ല. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്താൽ മതിയാകും. ഇനി ഈ ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യേണ്ടവരും ഡിലീറ്റ് ചെയ്യേണ്ടവരും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യേണ്ടവരും എങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യുന്നത് ഈ ഒരു LBS വെബ്സൈറ്റിലെ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ഫോർ സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്ന ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പ്രവേശിക്കുക. ഇവിടെ നിങ്ങൾക്ക് റീ അറേഞ്ച് ഓപ്ഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഇവിടെയുള്ള സൈഡിലായിട്ടുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് അലോട്ട്മെൻറ്റ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് അതായത് ഫീ റെസിപ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എങ്ങനെ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. നിങ്ങൾക്ക് നിലവിൽ ഏതെങ്കിലും കോളേജ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ്റെ ഹയർ ഓപ്ഷൻസ് അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു 5ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലെങ്കിൽ അതിൻ്റെ ഹയർ ഓപ്ഷൻ എന്നത് പറയുന്നത് 1 മുതൽ 4 വരെയുള്ള ഓപ്ഷൻസ് ആണ്. അപ്പോൾ ആ ഒരു ഓപ്ഷനുകൾ മാത്രമാണ് നിങ്ങളുടെ ലിസ്റ്റിൽ കാണാൻ സാധിക്കുക. ഇവിടെ ഈ ഒരു വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് കിട്ടാത്തത് കൊണ്ടാണ് ആ ഒരു വിദ്യാർത്ഥി നൽകിയിട്ടുള്ള മുഴുവൻ ഓപ്ഷൻസും ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇനി എങ്ങനെ ഈ ഒരു കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിലാണ് ചെയ്യുന്നതെങ്കിൽ ഇത് ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാത്രമാണ് ഈ ഒരു റിമൂവ് അതുപോലെ നെക്സ്റ്റ് ഓപ്ഷൻ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ കാണാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ള ഭാഗം മാത്രമേ കാണാൻ പറ്റൂ, റിമൂവ് എന്നുള്ള ഈ ഒരു ഭാഗം കാണാനായിട്ട് പറ്റുന്നതല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ അതിന് മുകളിലുള്ള 4 വരെയുള്ള ഓപ്ഷൻസാണ് കാണാൻ പറ്റുക. ഇപ്പോൾ 10ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ 1 മുതൽ 9 വരെയുള്ള ഓപ്ഷൻസ് മാത്രമേ നിങ്ങളുടെ അവൈലബിൾ ഓപ്ഷൻസ് എന്നുള്ള ഭാഗത്ത് അതായത് ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ഓപ്ഷൻ റിമൂവ് ചെയ്യാവുന്നതും അതിനുശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതും ആണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ് എങ്കിൽ നിങ്ങൾക്കിപ്പോൾ അലോട്ട്മെൻ്റ് ആയിട്ട് ലഭിച്ചിട്ടുള്ളത് 4ാമത്തെ അതായത് 5ാമത്തെ ഓപ്ഷനാണെന്ന് കരുതുക. ആ ഒരു കോളേജ് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കരുതുക. ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സീറ്റ് നിങ്ങൾക്ക് കൺഫേം ആയി. ഇനി നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ഒന്നും വേണ്ട, അതായത് അടുത്ത അലോട്ട്മെൻറ്റിൽ ഒരു കോളേജിലേക്കും അതായത് മുകളിലുള്ള മറ്റ് ഒരു ഓപ്ഷൻസും നിങ്ങൾക്ക് വേണ്ട എന്നാണെങ്കിൽ ഇവിടെയുള്ള റിമൂവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഓപ്ഷൻസ് ഏതൊക്കെ ഓപ്ഷൻസ് വേണ്ട അതിന് നേരെയുള്ള റിമൂവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അത് റിമൂവ് ചെയ്യാവുന്നതും റിമൂവ് ചെയ്ത ശേഷം നിങ്ങൾക്ക് സേവ് എന്നുള്ള ഈ ഒരു അതായത് ഏറ്റവും അടിയിലുള്ള ഈ ഒരു ഭാഗത്ത് സേവിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതും ആണ്. നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ആവശ്യമില്ലാത്ത ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതെങ്കിൽ ആ ഒരു ഓപ്ഷൻ്റെ നേരെയുള്ള റിമൂവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഓപ്ഷൻ മാത്രം റിമൂവ് ചെയ്തുകൊണ്ട് സേവ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അവിടെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തു, ആ ഒരു സീറ്റ് തന്നെ മതി, ഇനി ഹയർ ഓപ്ഷൻസ് ഒന്നും നോക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മുകളിലുള്ള 1 മുതൽ 4 വരെ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ്റെ മുകളിലുള്ള മുഴുവൻ ഓപ്ഷൻസിനെയും റിമൂവ് ചെയ്യാവുന്നതും പിന്നീട് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കൺഫേം ചെയ്ത ആ ഒരു സീറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതും ആണ്. ഇനി വിദ്യാർത്ഥികൾ ഇപ്പോൾ ഹയർ ഓപ്ഷൻസ് ഒന്നും റിമൂവ് ചെയ്യുന്നില്ല, ഇനി അത് ഇവിടെ നിലനിർത്തുകയാണ് എങ്കിൽ, ഓൾറെഡി ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ലഭിച്ച സീറ്റ് പോവുകയും ഇപ്പോൾ അടച്ച ടോക്കൺ ഫീ പേയ്മെൻറ്റ് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ലഭിച്ച സീറ്റ് പോവും എന്ന് മാത്രമേ ഉള്ളൂ, എന്നാൽ നിങ്ങൾക്ക് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. ഇനി അഥവാ നിങ്ങൾക്കിപ്പോൾ എവിടെയും അലോട്ട്മെൻറ്റ്, ഇപ്പോൾ ഓൾറെഡി നിങ്ങളൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തു, ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ഹയർ ഓപ്ഷൻസ് ഒന്നും റിമൂവ് ചെയ്തിട്ടില്ല, അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്, ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് സീറ്റ് കൺഫേം ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇനി വരുന്ന സെക്കൻഡിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ എവിടെയും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കുകയാണ് എങ്കിൽ കൂടി ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടി ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ആ ഒരു സീറ്റ് അവിടെ നിലനിൽക്കുന്നതും തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതുമാണ്. അതായത് ആ ഒരു കോളേജിലെ സീറ്റ് നഷ്ടമാകുന്നതല്ല, ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്യാവുന്നതും ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള, അതായത് ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾക്ക് തൃപ്തരാണ്, അതായത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് വേണ്ട എന്നാണെങ്കിൽ ഇപ്പോൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻസ് മാത്രമാണ് വേണ്ടാത്തതെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഏതാണോ അതിന് നേരെയുള്ള റിമൂവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻസ് മുഴുവൻ അവിടെ നിലനിർത്തണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്തത് കൊണ്ട് ഈ ഒരു ഓപ്ഷൻസ്, അതായത് നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതല്ല, നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് ആ ഒരു സീറ്റ് കൺഫേം ചെയ്യേണ്ടതാണ്. ഇനിയിപ്പോൾ ഹയർ ഓപ്ഷൻ നിലനിർത്തി നിങ്ങൾക്കിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും കോളേജ് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ലഭിച്ച സീറ്റ് പോകുന്നതും പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ഏത് കോളേജിലാണോ കിട്ടുന്നത് ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കൺഫേം ചെയ്ത സീറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതും ആണ്. അതുപോലെ തന്നെ BA SLP കോഴ്സിലേക്ക് പുതുതായിട്ട് ഒരു കോളേജ് വന്നിട്ടുണ്ട്, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എന്നുള്ള ഒരു കോളേജാണ്, സെൽഫ് ഫിനാൻസ് കോളേജാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ ഏതാണോ അതിൻ്റെ നമ്പർ നൽകുകയോ ചെയ്യുക, അതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്താലും അതുപോലെ തന്നെ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്ത് കൊടുത്താലും, ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഈ ഒരു ബോക്സിൽ നിങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്ന നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നിങ്ങളുടെ താല്പര്യപ്രകാരം ചേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചേഞ്ച് ചെയ്ത ശേഷം നിങ്ങൾ എല്ലാ ഓപ്ഷൻസിനും ആ ഒരു ചേഞ്ച് ചെയ്ത് നമ്പർ മാറ്റിയിട്ടുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടുന്ന ഓപ്ഷൻസിൻ്റെ ലിസ്റ്റ് ഈ ഒരു പേജിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഅറേഞ്ച്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ സംശയങ്ങളും മാറിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.